ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റുകളിലേക്ക് പോകുക. അപ്പോൾ ഈ ഒരാഴ്ചത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ആഴ്ച എവിക്ഷന് വേണ്ടിയിട്ടാണ് പ്രേക്ഷകരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ആരായിരിക്കും പുറത്തേക്ക് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. മൊത്തം 11 കണ്ടസ്റ്റൻസ് ആണ് ഈ ഒരാഴ്ച എവിക്ഷനിലുള്ളത്. അപ്പോൾ ആരൊക്കെയാണ് എവിക്ഷൻ ഉള്ളതെന്ന് ഞാനൊന്ന് വായിക്കാം. ആദ്യം തന്നെ അനുമോള്, അക്ബർ ഖാൻ, അപ്പാനി ശരത്ത്, ബിന്നി, ഷാനവാസ്, ജിസേൽ, ആര്യൻ, RJ ബിൻസി, നൂറ, നാദില, നെവിൻ ആൻഡ് ശൈത്യ. മൊത്തം 11 കണ്ടസ്റ്റൻസ് ആണ് ഈ ഒരാഴ്ച എവിക്ഷനിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം ഓഡിയൻസിന്റെ ഒരു ട്രെൻഡ് അല്ലെന്നുണ്ടെങ്കിൽ പൊതുവെ സോഷ്യൽ മീഡിയ പോളുകളിലും അതുപോലെ തന്നെ ഓഡിയൻസിന്റെ ട്രെൻഡും അൺഒഫീഷ്യൽ ആയ ഒരു വോട്ടിംഗ് സ്റ്റാറ്റസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു അൺഒഫീഷ്യൽ വോട്ടിന്റെ ഓഡിയൻസ് ട്രെൻഡ് ഒക്കെ തന്നെ ആയിരിക്കും ഒഫീഷ്യൽ വോട്ടിങ്ങിലേക്ക് വരുമ്പോഴും കാണാൻ സാധിക്കുന്ന ചെറിയ വോട്ടിങ്ങിലുള്ള ചില വ്യത്യാസങ്ങളും അവസാനം വരുന്ന എവിക്ഷനിൽ വരുന്ന ബിഗ് ബോസിന്റെ ചില താല്പര്യങ്ങളിലോ കണ്ടസ്റ്റൻസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചില മാറ്റങ്ങൾ വന്നേക്കാം. എന്നാലും ഒരു പരിധി വരെ നമുക്ക് അറിയാൻ സാധിക്കും എങ്ങനെയാണ് ഓഡിയൻസിന്റെ ട്രെൻഡും കാര്യങ്ങളും ഒക്കെ. അപ്പം ഈ ഒരാഴ്ച 11 പേരിൽ അൺഒഫീഷ്യൽ പോളുകളുടെ വോട്ടും കാര്യങ്ങളും ഒക്കെ നോക്കി കഴിയുമ്പോൾ നിലവിൽ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വോട്ട് കിട്ടുന്നുണ്ട്. ഷാനവാസിന് അത്യാവശ്യം നല്ല രീതിയിൽ വോട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അനുമോൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വോട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതുപോലെ ജിസേലിന് കുഴപ്പമില്ലാത്ത വോട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അത്യാവശ്യം പ്രോബ്ലംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള വോട്ടും കാര്യങ്ങളും ഒക്കെ ജിസേലിനെ സംബന്ധിച്ചും കിട്ടുന്നുണ്ട്. അടുത്തത് ആര്യൻ കതൂരിക്കും കുഴപ്പമില്ലാത്ത വോട്ടും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബിന്നി കുഴപ്പമില്ലാത്ത വോട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ഒക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു വോട്ടും കാര്യങ്ങളും ഒക്കെ കുടുംബ പ്രേക്ഷകരുടെ സൈഡിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ നെവിൻ കഴിഞ്ഞ ഒരു ആഴ്ച നല്ല രീതിയിൽ വോട്ട് കുറവുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു നെവിൻ. പക്ഷേ ഈ ഒരാഴ്ച അത്യാവശ്യം കയറി വന്നിട്ടുണ്ട്. ആളുടെ ഫൺ എലമെന്റ് ഒക്കെ തന്നെ ആയിരിക്കണം, കുറച്ച് കോമാളിത്തരമൊക്കെ കാണിച്ച് പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ. സോ നെവിനും കുഴപ്പമില്ലാത്തൊരു വോട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ആദില നോറയ്ക്കും കുഴപ്പമില്ലാത്ത വോട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട്. ഒരു 6-7 പൊസിഷനിലൊക്കെ 11 പേരിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇനിയുള്ള ആൾക്കാരുടെ കാര്യമാണ്. നമ്മുടെ അക്ബറിനൊക്കെ കുറവാണ് വോട്ട്. അൺഒഫീഷ്യൽ പോളുകളൊക്കെ നോക്കി കഴിയുമ്പോൾ അക്ബറിനൊക്കെ ഭയങ്കര വോട്ട് കുറവാണ് കാണുന്നത്. ഇനി അറിയില്ല എന്താണ് അവസ്ഥ എന്നൊക്കെ. ഈ ഒരു ഗ്രൂപ്പീസും പരദൂഷണം പറച്ചിലും ഒക്കെ നടന്നതുകൊണ്ടായിരിക്കണം. കാരണം അക്ബർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കുന്ന ഒരു ഗെയിമറാണ്. പക്ഷെ പ്രേക്ഷക സപ്പോർട്ട് കുറവാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും നോക്കാം. പുറകിലേക്ക് വരുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഒരു 7-8 പൊസിഷനിലൊക്കെയാണ് ആള് നിൽക്കുന്നത്. അടുത്തത് നമുക്ക് ഇനിയുള്ള ആൾക്കാരാണ് ഡേഞ്ചർ സോൺ എന്ന് പറയുന്നത്. അപ്പാനി ശരത്ത്, അതുപോലെ തന്നെ RJ ബിൻസി, ശൈത്യ. ഈ 3 പേരുകളാണ് ഒരു ഡേഞ്ചറസ് സോൺ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഈ ഒരു രണ്ടാമത്തെ ആഴ്ചയിലെ 11 പേരുടെ എവിക്ഷൻ ലിസ്റ്റിൽ നിന്ന് നമുക്ക് ഡേഞ്ചറസ് സോണിൽ നോക്കുമ്പോൾ അൺഒഫീഷ്യൽ പോളുകളിലോ അല്ലെങ്കിൽ ഓഡിയൻസിന്റെ ട്രെൻഡൊക്കെ അനുസരിച്ച് നോക്കുമ്പോൾ അപ്പാനി ശരത്തിനൊന്നും വോട്ടുകളൊക്കെ വളരെ കുറവാണ്. പിന്നെ നമ്മൾ നോക്കുമ്പം ശൈത്യക്കും അതുപോലെ തന്നെ RJ ബിൻസിക്കുമാണ് വോട്ട് നല്ല രീതിയിൽ കുറവ് കാണുന്നത്. സോ ശൈത്യ, RJ ബിൻസി ഇവരിൽ ആരെങ്കിലും ഒരാളോ അല്ലെങ്കിൽ 2 പേരോ ആയിരിക്കും പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ കാണുന്നത്. അവരല്ലാതെ വേറൊരു കണ്ടസ്റ്റന്റിനെ നമുക്ക് അതിലേക്ക് പറയാൻ പിന്നെ അപ്പാനി ശരത്താണ് വരുന്നത്. അപ്പാനി ശരത്തിനെ ബിഗ് ബോസ് ഇപ്പൊ തന്നെ എടുത്ത് കളയില്ല എന്ന് കരുതുന്നു. സോ നമുക്ക് ശൈത്യ ഓർ RJ ബിൻസിനെ നമുക്ക് നോക്കാം. ഇവര് 2 പേരോ അല്ലെങ്കിൽ ഒരാളോ ആയിരിക്കാനാണ് സാധ്യതകൾ. അപ്പൊ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ഒന്ന് പറയുക, ആരായിരിക്കും പുറത്തേക്ക് പോകുന്നതെന്ന്. നിങ്ങൾക്ക് ആരായിരിക്കണം ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കാൻ താല്പര്യമെന്നും അതുപോലെ തന്നെ പുറത്തേക്ക് പോകേണ്ട കണ്ടസ്റ്റൻസിന്റെ പേരും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.